വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്കും ഒരു BJP നേതാവിൻ്റെ വാക്കിനും തമ്മിൽ വല്ലാണ്ടൊരു സാദൃശ്യം തോന്നുന്നു. കേരളത്തിലെ ഹിന്ദു സമൂഹവും ക്രൈസ്തവരും അവഗണിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് ഇത്തവണ വെള്ളാപ്പള്ളി ഇത് കുറച്ചുകൂടി ശക്തമായിട്ട് പറഞ്ഞു. വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഈ കേരളത്തിൽ 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. ഈ 9 രാജ്യസഭാ സീറ്റുകളിൽ 5 എണ്ണത്തിലും മുസ്ലിങ്ങളാണ്. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? ആദ്യം അതാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല, അത് ചെയ്തിട്ട് അദ്ദേഹം ഈ പ്രസ്താവന ഇറക്കാൻ പാടില്ല. ഇല്ല, BJPയോട് അടുക്കാനുള്ള ശ്രമമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. പിന്നെന്താ, മറ്റവരെ വരട്ടാനാണ്. നടു റോഡിൽ പശുക്കുട്ടിയെ കഴുത്തറുത്തു ജിൽ മാക്കുറ്റി എന്ന് പറയുന്ന കക്ഷി. അപ്പൊ ഈ പ്രീണനം UDFലും LDFലും ഒരേപോലെ ഉണ്ട്. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ശ്രീ സുരേഷ് ബാബു, വെൽക്കം സാർ. നമസ്തേ. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്തിടെ നടന്നൊരു കാര്യം, അതായത് ഈ അടുത്തിടെ എന്നൊന്നും പറയുന്നില്ല, 2 ദിവസം ആയിട്ടേ ഉള്ളൂ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷങ്ങളെ ഒരുപാടങ്ങ് പ്രീണിപ്പിക്കുകയാണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, BJP കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉന്നയിക്കുന്ന അവരുടെ പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ അവർ അധികം ഉയർത്തിക്കാട്ടുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്കും ഒരു BJP നേതാവിൻ്റെ വാക്കിനും തമ്മിൽ വല്ലാണ്ടൊരു സാദൃശ്യം തോന്നുന്നു. ഇത് യാദൃശ്യമാണോ? അല്ല, വെള്ളാപ്പള്ളി മാത്രമല്ല, സത്യസന്ധമായിട്ട് കേരള രാഷ്ട്രീയം പഠിക്കുന്ന ആർക്കും തോന്നുന്ന അഭിപ്രായമാണ്. പക്ഷേ ഈ അഭിപ്രായം നേരത്തെ പറഞ്ഞത് AK ആൻ്റണിയാണ്. കോട്ടയത്ത് മത്തായി മാഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണത്തിലും കാരൂർ സ്മാരക പ്രഭാഷണത്തിലും ഈ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് AK ആൻ്റണി തുറന്നടിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമുദായത്തിൻ്റെ വിശാല മനസ്കതയും അവരുടെ കാഴ്ചപ്പാടുമാണ് ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിൽ ഇത്രയും കൂടുതൽ അവസരം കൊടുത്തതെന്ന് AK ആൻ്റണി പറഞ്ഞിരുന്നു. പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 പേരും പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിലെ ഹിന്ദു സമൂഹവും ക്രൈസ്തവരും അവഗണിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് ഇത്തവണ വെള്ളാപ്പള്ളി ഇത് കുറച്ചുകൂടി ശക്തമായിട്ട് പറഞ്ഞു. പക്ഷെ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കംപ്ലീറ്റ് നോക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമാണ്. ഈ കേരളത്തിൽ 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. ഈ 9 രാജ്യസഭാ സീറ്റുകളിൽ 5 എണ്ണത്തിലും മുസ്ലിങ്ങളാണ്, ഏത് പാർട്ടിയുടെ പേരിലാണെങ്കിൽ. ഇത്തവണ 3 സീറ്റ് വന്നു. UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഹാരിസ് പീരാൻ വന്നു. നമ്മൾ പറയുന്ന സെക്യുലർ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ ഒരു രാജ്യസഭാ സീറ്റിലേക്കും ഇതുവരെ മറ്റൊരു സമുദായക്കാരൻ പോയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, നേരത്തെ UDFൻ്റെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നത്, CMP നേതാവായിട്ടുള്ള CP ജോണിനെ രാജ്യസഭയിലേക്ക് വിടണം, അതിന് മുസ്ലിം ലീഗും കൂടെ അതിന് മുൻകൈ എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് CP ജോണിൻ്റെ ഇത്തവണ പരിഗണനയിലേ വന്നില്ല. അതിന് പകരം LDF കൊടുത്തത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ടാണ് ജോസ് കെ മാണിക്ക് വീണ്ടും സീറ്റ് കൊടുത്തു. CPIക്ക് കൊടുത്ത സീറ്റോ, CPIയിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആള് പ്രകാശ് ബാബു ആയിരുന്നു. പ്രകാശ് ബാബുവിനെ മാറ്റി നിർത്തിയിട്ട് ന്യൂനപക്ഷ പരിഗണനയുടെ പേരിലാണ് സുനീറിന് കൊടുത്തത്. സുനീർ നല്ല സുഹൃത്താണ്, സുനീറിന് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സുനീറിനെ പോലുള്ള ഒരു ആളെ, ഇത്രയും വയനാട്ടിൽ സ്വാധീനമുള്ള ജനകീയനായൊരു നേതാവിനെ ന്യൂനപക്ഷ പരിഗണനയുടെ പേരിൽ CPI സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ മെരിറ്റ് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം പലരും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: വെള്ളാപ്പള്ളി BJP പാളയത്തിലേക്ക് അടുക്കുകയാണോ? വെള്ളാപ്പള്ളി BJP പാളയത്തിലേക്കെന്നല്ല, വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ ഇതുവരെയുള്ള ഇത് പരിശോധിച്ചാൽ കേരളത്തിലെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ്. BDJS ഉണ്ടാക്കി BJPയുടെ കൂടെ NDA സഖ്യം ഉണ്ടാക്കിയിട്ട് പുള്ളി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നിന്നത് CPMനൊപ്പമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും പുള്ളി ചിലയിടത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും. എവിടെയൊക്കെയാ അത്? അല്ല, അത് പറയണ്ട. ഓക്കെ, അത് എനിക്ക് അറിയാം, അത് ചെയ്തിട്ടുണ്ട് പുള്ളി.
കഴിഞ്ഞ നിയമം തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി 5 തവണ നേമത്ത് കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായിട്ട് പോലും 5 തവണ അവിടെ വന്ന് യോഗം നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? കുമ്മനത്തെ തോൽപ്പിക്കാൻ, ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ. ഇത്തവണയും ആലപ്പുഴയിൽ ശിവൻകുട്ടി പോയിട്ടുണ്ട്. അതായത് അദ്ദേഹം തരാതരം പോലെ തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് നിലപാടുകൾ തന്റെ താല്പര്യത്തിന് വേണ്ടി, വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി, BJP സമുദായ താല്പര്യത്തിന് വേണ്ടിയല്ല, വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ഈ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മകനാണ് തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹമാണ് BDJSന്റെ അമരത്ത് നിൽക്കുന്നത്. NDAയിലെ ഒരു പ്രമുഖ ഘടകകക്ഷിയാണ്. അവർക്കും ഇതേ നിലപാടാണ് അല്ലെങ്കിൽ ഈ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രതികരണം എന്തായാലും? അല്ലേ, ഞാൻ അത് ആ രീതിയിൽ ഞാൻ കാണുന്നില്ല. കാര്യം BDJS NDAയുടെ ഒപ്പം ഉള്ളതാണ്. പക്ഷേ ഈ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കണം. 4 ഈ BDJS സ്ഥാനാർത്ഥികളാണ് ഏറെ പിന്നോക്കം പോയത്. ഇല്ലെങ്കിൽ BJPയുടെ NDAയുടെ മൊത്തം വോട്ട് ശതമാനം 24-25% വരുമായിരുന്നു. അതായത് ഇപ്പോൾ BDJS NDAക്ക് ഒരു ബാധ്യതയാണ് എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഒരു മാധ്യമപ്രവർത്തക നിലയിൽ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്, ബാധ്യതയാണ്. പക്ഷേ പരമ്പരാഗത ഈഴവ വോട്ടുകളൊക്കെ CPMനോടൊപ്പമാണ് കാലാകാലങ്ങളിൽ ചേർന്ന് നിന്നിട്ടുള്ളത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കഴിഞ്ഞാൽ ഈഴവ വോട്ടുകൾ ഒരു പരിധിയിലധികം തന്നെ BJP പാളയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ BDJSന് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഈ വെള്ളാപ്പള്ളി ഫാക്ടർ കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് വെള്ളാപ്പള്ളി വന്നാലും വന്നില്ലെങ്കിലും BDJS ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടാനുള്ള ഈഴവ വോട്ടുകൾ കിട്ടും. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ CPMൽ നടക്കുന്ന അതിശക്തമായ ധ്രുവീകരണമുണ്ട്. ഈ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ CPM നേതാവ് പറഞ്ഞ വാക്ക്, തിരുവനന്തപുരത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ CPMനകത്ത് ജിഹാദിവൽക്കരണത്തെക്കുറിച്ച് ഉയർന്ന വിമർശനം, പിന്നെ ഈ മുസ്ലിം എന്ന് പറയുന്ന ആ സമുദായത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, എന്തിനാ മലപ്പുറത്ത് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടത്തോട്ട് മുണ്ടുകൊടുക്കുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അന്വേഷിക്കൂ. അല്ലെങ്കിലും ഈ കേരളത്തിലെ എത്ര കാര്യങ്ങളിൽ നമുക്കിത് കാണിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ഓഫീസിലെ നിയമനം PSCക്ക് വിട്ടു. സമസ്തയും കാന്തപുരം ആവശ്യപ്പെട്ടപ്പോൾ അത് പിൻവലിച്ചു. അങ്ങനെ എത്ര സംഭവങ്ങൾ. മുസ്ലിം ലീഗ് എന്ന് ഞാൻ പറയുന്നില്ല, സമസ്തയോ കാന്തപുരമോ ആവശ്യപ്പെട്ടാൽ ഏത് കാര്യത്തിലും തീരുമാനം റിവേഴ്സ് ചെയ്യാൻ സംസ്ഥാന ഭരണകൂടത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും യാതൊരു മടിയുമില്ല. പക്ഷേ SNDPയോ NSSO ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുന്നില്ല. ഈ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ മതി. പക്ഷേ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഇവർ സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. അതേസമയം ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് പലയിടങ്ങളിലും തിരഞ്ഞെടുപ്പ് വേളകളിൽ നിലകൊണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നേട്ടം ഇടതുപക്ഷത്തെ കൊണ്ട് വെള്ളാപ്പള്ളിക്കോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിനോ ഉണ്ടാകേണ്ടതല്ലേ? വെള്ളാപ്പള്ളിക്കും സമുദായത്തിനും ഉണ്ടാവേണ്ടതായിരുന്നു. സമുദായത്തിനുണ്ടായില്ല. വെള്ളാപ്പള്ളിക്കുണ്ടായി. BDJSനെ സംബന്ധിച്ചിടത്തോളം BDJS എന്തായാലും NDAയുടെ ഒപ്പമാണ്. പൊതുവെ ഒരു വിലയിരുത്തലാണ്. അതായത് വെള്ളാപ്പള്ളിക്ക് മടിയിൽ കനമുണ്ട്, ഭയക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സംസ്ഥാനത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടതിനോടൊപ്പം നിൽക്കുന്നു. കേന്ദ്രത്തിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മകനെ കേന്ദ്രത്തോടൊപ്പം നിർത്തിയിരിക്കുന്നു. ഇത് സത്യമാണോ? പക്ഷേ എനിക്ക് കേരളത്തിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ ശരിയായിരിക്കും. കേന്ദ്രത്തിൽ ഒരു രക്ഷയില്ല. അവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്ത് ഇനി BJPക്കാരനാണെന്ന് പറഞ്ഞാൽ പോലും എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. തറപ്പിച്ച് പറയാം. വെള്ളാപ്പള്ളിയുടെ ഒരു കള്ളത്തരങ്ങൾ അവിടെ നടക്കില്ല. വെള്ളാപ്പള്ളിയുടെയും ഒരു കള്ളത്തരവും നടക്കില്ല. അന്വേഷണം തീരുമാനിച്ചിട്ടുണ്ടോ അന്വേഷണം നടത്തിയിരിക്കും. അത് നരേന്ദ്രമോദിയുടെ വാക്കാണ്. പക്ഷെ പലരും പറയുന്നത് മകൻ അവിടെ NDAയുടെ ഭാഗമായതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഒന്നും അവരുടെ സ്ഥാപനങ്ങൾ എൻഫോഴ്സ്മെന്റ് കയറാനുള്ള സാഹചര്യം ഉണ്ട്. അവിടെ കയറും, ഒരു സംശയവും വേണ്ട. എവിടെ നിന്നാലും കയറും. ശരിക്കും അതിനകത്ത് നരേന്ദ്രമോദി കോംപ്രമൈസ് ചെയ്യില്ല. മൈക്രോ ഫിനാൻസിന്റെ ഇത് കേരളത്തിന്റെ വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്. അത് കേന്ദ്രത്തിന്റെ ഇതിലേക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കുമ്പോൾ എൻഫോഴ്സ്മെന്റിന് വേണമെങ്കിൽ ഒരു FIR എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടപെടൽ നടത്താവുന്നതാണ്. ഒരു സാമ്പത്തിക തിരിമറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ, വിവിധ ഏജൻസികളുണ്ട്, അവർക്ക് ഇടപെടാവുന്ന ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഇവിടെ നഗ്നമായ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന്
ഇതിനോടകം തന്നെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ പോയി പറയുന്നു മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ കോടതി അത് എടുത്ത് എറിയുകയാണ്. പോയി ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് നേരാവണ്ണം റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് കോടതി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് കോടതിക്ക് തന്നെ ബോധ്യമുണ്ട് ഇവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. പക്ഷേ കോടതിക്കുള്ള ബോധ്യം എന്താ കേരളത്തിലെ വിജിലൻസിന് ഉണ്ടാവാത്തതെന്നാണ് എൻ്റെ സ്വാഭാവിക. അത് ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഒരു ഇരിപ്പോശം കൊണ്ടായിരിക്കാം. വാട്ട് ഓർ ഇറ്റ് മേ ബി, കേന്ദ്രത്തിന് ഇവിടെ നേരിട്ട് വേണമെങ്കിൽ ഇടപെട്ടൂടെ? കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സംവിധാനം ന്യൂനപക്ഷങ്ങളെ വെച്ച് വിറ്റ് കാശാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും ഫലവത്തായ ഒരു കേന്ദ്ര ഏജൻസി ഓട്ടോമാറ്റിക്കലി ഇടപെടൽ നടത്തേണ്ടതല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി കിട്ടുമോ അല്ലെന്നുണ്ടെങ്കിൽ പരാതി ഇല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗൗരവമായ ഇതാണെന്നുള്ള ആരെങ്കിലും പരാതി കൊടുത്താൽ ചിലപ്പോൾ അന്വേഷിക്കുമായിരിക്കും. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കുറെ വർഷങ്ങളായി അച്യുതാനന്ദന്റെ കാലത്ത് മറ്റാണ് അല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു. 2011 ആ ഒരു കാലഘട്ടത്തിലാണ് നേരത്തെ തുടങ്ങിയതാണ്. നടന്നത് VS അച്യുതാനന്ദന്റെ കാലത്ത് 2011 കാലഘട്ടത്തിലാണ് ഇത് വിവാദമായി ഉയർന്നു വരുന്നത്. പക്ഷെ അന്ന് വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ കൂടെ ആയിരുന്നു. പക്ഷെ അന്നും അദ്ദേഹം ഇത്തരത്തിലുള്ള വിമതസ്വരങ്ങൾ ഉയർത്തിയിരുന്നു. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോഴിക്കോട് മാൻഹോളിൽ ഒരു യുവാവ് ക്ലീനിങ് തൊഴിലാളി വീണു. അന്നേരം അന്നത്തെ മുഖ്യമന്ത്രി ഒരു സാമാന്യ മര്യാദ വെച്ചിട്ട് അദ്ദേഹം അവിടെ പോകുന്നു, അയാളെ കാണുന്നു, ആശ്വസിപ്പിക്കുന്നു, എന്താ സഹായമൊക്കെ അന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. മാൻഹോൾ വീട് അയാൾ ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. അന്ന് വെള്ളാപ്പള്ളി ചോദിച്ചത് തികച്ചും വർഗീയ ചുവയുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഒരു ഈഴവനായിരുന്നു മാൻഹോളിൽ വീണതെങ്കിൽ മുഖ്യമന്ത്രി ഓടി എത്തുമോ എന്നാണ് ചോദിച്ചത്. അല്ല, അതിന് വളരെ വ്യക്തമായ ഈ അപകടങ്ങളിൽ ദുരിതാശ്വാസം കൊടുത്ത കേരളത്തിലെ സമ്പ്രദായം മറ്റേ മലപ്പുറത്ത് ബേപ്പൂരിലോ മലപ്പുറം ആ ഭാഗത്ത് നടന്ന ഒരു അപകടത്തിൽ ഇത്രയും കൂടുതൽ നഷ്ടപരിഹാരം കൊടുത്തു. അതേസമയം തെക്കോട്ട് വന്നൊരു ഹിന്ദു പ്രദേശത്തുണ്ടായ അപകടത്തിൽ നഷ്ടപരിഹാരം കൊടുത്തില്ല എന്നുള്ള ആരോപണം വെള്ളാപ്പള്ളി ഉയർത്തിയിരുന്നു. അത് സത്യമല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ സത്യം പറയും. ഇടയ്ക്ക് അല്ല, ഇത് ഈ ചില സമയത്ത് അദ്ദേഹം സമുദായത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ചില സത്യങ്ങൾ പറയുന്നു. സമുദായത്തിന്റെ അതോ സ്വന്തം അല്ല, എന്തായാലും അദ്ദേഹം ഇന്നലെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്ന സ്റ്റേറ്റ്മെന്റ്, ഈ രാജ്യസഭാ സീറ്റ് കേരളത്തിലെ ഈ 2 മുസ്ലിങ്ങളും ഒരു ക്രൈസ്തവനും പോകുമ്പം ഒരു ഹിന്ദുവിനെ 50% ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനത്ത് ഇവർ ന്യൂനപക്ഷത്തെ മാത്രം നിർത്തുക. അതേസമയം ആലപ്പുഴയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കോട്ടയത്തോ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പം അത് ന്യൂനപക്ഷത്തിന് കൊടുത്തിട്ട് അത് മതേതരമാണെന്ന് പറയുക. എന്തുകൊണ്ട് ഇടതുമുന്നണിക്കോ UDFനോ മലപ്പുറത്തും പൊന്നാനിയിലും അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മറ്റ് സമുദായത്തിൻ്റെ ആൾക്കാരെ നിർത്താത്തത് എന്തുകൊണ്ടാണ്? ഈ പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാലേ, ഇപ്പോൾ വെള്ളാപ്പള്ളി ഒരു BJP ലൈനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, നമ്മുടെ ചേലക്കരയും നടക്കാൻ പോകുന്നു, വയനാട് പിന്നെ ഒരു പ്രത്യേക എൻറ്റിറ്റി ആയിട്ട് മാറ്റി നിർത്താം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന BJPക്ക് ഗുണകരമാകുമോ ഇല്ലയോ? കാരണം ഹിന്ദുക്കളുടെ ഒരു കൺസോൾട്ടേഷൻ അതാണല്ലോ BJP എപ്പോഴും ആഗ്രഹിക്കുന്നതും ലക്ഷ്യമിടുന്നതും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രത്തോളം ഗുണകരമാകും, ഇനി ദോഷമാവുമെങ്കിൽ എങ്ങനെ? അല്ല, BJP ലക്ഷ്യമിടുന്നത് ഹിന്ദു കൺസോളിഡേഷൻ അല്ല. BJP ലക്ഷ്യമിടുന്നത് ഇലക്ഷന് ജയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ന്യൂനപക്ഷ പ്രീണനം തുറന്നു കാണിക്കുക. ഈ ന്യൂനപക്ഷ പ്രീണനം തുറന്നു കാണിച്ചാൽ മറ്റ് ഈ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതാണ് ഉണ്ടാകേണ്ടത്. കേരളത്തിൻ്റെ ഈ യാഥാർത്ഥ്യം, ഈ വെള്ളാപ്പള്ളി തുറന്നു കാട്ടിയ യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം. സത്യത്തിൽ ഇത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, ഏത് കാര്യം എടുത്തോ ഏത് കാര്യത്തിലും ഈ തരത്തിലല്ലേ ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. UDF ആയാലും LDF ആയാലും ഇതിനൊരു മാറ്റം വരണ്ടേ? ഇതാണോ മതേതരത്വം എന്ന് പറയുന്ന സാധനം? ഇതാണോ? വെള്ളാപ്പള്ളി ഇന്നിപ്പോൾ ഒരു BJP ലൈനിൽ സംസാരിച്ചു, നാളെ അദ്ദേഹം ചിലപ്പോൾ മാറ്റി പറഞ്ഞുകൂടായികയില്ല. അന്നും വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തന്നെ നിങ്ങൾ പറയുമോ? എന്നില്ല, വെള്ളാപ്പള്ളി അവസരത്തിനൊത്ത് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അഭിപ്രായങ്ങളും നിലപാടുകളും മാറ്റുന്ന ആളാണ്. അദ്ദേഹത്തിന് സമുദായ താല്പര്യം ഇല്ല. സമുദായ താല്പര്യം ഉണ്ടായിരുന്നത് R ശങ്കറിനും TK മാധവനുമാണ്. R ശങ്കറിനെ പോലെ അല്ലെ TK മാധവനെ പോലെയോ NSSുമായിട്ട് ഒത്തുചേർന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കുകയും ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇതാവുമായിരുന്നില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ആ കാലം കഴിഞ്ഞു. പക്ഷേ ഈ ഹിന്ദു കൺസോൾട്ടേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനു മുൻപ് ഇതേ വെള്ളാപ്പള്ളി നടേശനും NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുമായി ചേർന്നിട്ട് ഒരു ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് ചില നീക്കങ്ങളൊക്കെ നടന്നു. പൊളിഞ്ഞുപോയി. പൊളിഞ്ഞല്ല, പൊളിച്ചതാണ്. ആര് പൊളിച്ചു? അത് എൻ്റെ ബലമായ വിശ്വാസം ഈ നേതാക്കന്മാരുടെ ഈഗോ.
അതായത് SNDP NSS നേതൃത്വങ്ങളുടെ ഈഗോയാണ്. ഈഗോ. പിന്നെ മറ്റുള്ളവർ പുറത്തു നിന്ന് ട്രിഗർ ചെയ്യുന്നതിന് ഇവർ വീഴും. ഇത് അതിന് പകരം ഇവര് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയ സമയത്തും ആർ ശങ്കറിനെ കൊട്ടാരക്കര തിരഞ്ഞെടുപ്പിൽ കൊട്ടറ ഗോപാലകൃഷ്ണൻ തോൽപ്പിച്ചത് നായന്മാര് വലിച്ചതുകൊണ്ടാണെന്ന് ആർ ശങ്കറിന്റെ അടുത്ത് പറഞ്ഞില്ലേ? ഒരു പരിധിവരെ അദ്ദേഹം അത് വിശ്വസിക്കുകയും ചെയ്തതല്ലേ അന്നത്തെ ഹിന്ദു മഹാമണ്ഡലം പൊളിയാൻ കാരണം. ഓക്കെ, ഏതായാലും ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ന്യൂനപക്ഷ പ്രീണനം ശരിയല്ല, അതിനുവേണ്ടി അത് തുറന്നു പറഞ്ഞാൽ രക്തസാക്ഷിയാകാനും ഞാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം യോഗനാഥത്തിൽ ലേഖനം എഴുതിയത്. മുഖപ്രസംഗം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ശരിക്കും ഇതേ ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ രൂപവൽക്കരിച്ച നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? ആദ്യം അതാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല, അത് ചെയ്തിട്ട് അദ്ദേഹം ഈ പ്രസ്താവന ഇറക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വന്നതിന് പിന്നാലെ അവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു അംഗം അദ്ദേഹം പോയി. അത് അദ്ദേഹത്തിന്റെ വിയോജിപ്പാണ്. ഇദ്ദേഹത്തിന് ഇത്രയധികം വിയോജിപ്പുണ്ടെങ്കിൽ ആദ്യം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട ഈ വർത്തമാനം പറയാൻ. ഇതാണ് ഈ വെള്ളാപ്പള്ളിയുടെ ഇരട്ടത്താപ്പ് അവിടെയാണ്. വെള്ളാപ്പള്ളിയുടെ ഇരട്ടത്താപ്പ് അവിടെയാണ്. വെള്ളാപ്പള്ളി പറയുന്ന വാക്കുകൾക്കകത്ത് കുറെ അധികം സൂചനകളുണ്ട്. അത് കേരള സമൂഹം കാണാതെ പോകരുത്. എന്തൊക്കെയാ അത് വെച്ചാൽ പിന്നെ മഹാകവി കുമാരനാശാന്റെ നിലപാടാണ്. അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1921 മലബാർ കലാപം ഉണ്ടായ സമയത്ത് മലബാറിൽ മുഴുവൻ അദ്ദേഹം പര്യടനം നടത്തി. ഈ ക്യാമ്പിലുണ്ടായിരുന്ന ആൾക്കാരെയും മരിച്ചവരുടെ കുടുംബങ്ങളെയും അവിടുത്തെ മുഴുവൻ സംഭവങ്ങളും കണ്ടിട്ടാണ് അദ്ദേഹം ദുരവസ്ഥ എഴുതുന്നത്. അത് കുമാരനാശാൻ അതിനകത്ത് ഈ ക്രൂര മുഹമ്മദീയർ ചെയ്ത ആ ചിന്തിയ ഹൈന്ദവ ചോരയിൽ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ദുരവസ്ഥയിൽ എഴുതുന്നത്. അപ്പോൾ അത് പിൻവലിക്കണമെന്ന് ആലപ്പുഴ മുസ്ലിം യുവജന സംഘം ആവശ്യപ്പെട്ടു. പക്ഷെ കുമാരനാശാൻ അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണ് എഴുതിയത്. അതോടൊപ്പം കുമാരനാശാൻ പറഞ്ഞത് ഈ ജാതീയതയ്ക്കെതിരെ, ഈ ഹിന്ദു സമൂഹത്തിലെ ജാതി ചിന്ത മാറിയില്ലെങ്കിൽ ഈ തരത്തിലുള്ള കലാപം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അതിശക്തമായ സന്ദേശം കൂടെ കൊടുത്തു. അതിനുശേഷമാണ് കുമാരനാശാനെതിരെ വധശ്രമം നടക്കുന്നത്. തിരുവനന്തപുരത്ത് വാൻഡ്രോസ് ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വണ്ടി ഇടിച്ചു. അതുകഴിഞ്ഞിട്ടാണ് റെഡീമർ അപകടം ഉണ്ടാകുന്നത്. റെഡീമർ അപകടം എങ്ങനെയുണ്ടായി? കുമാരനാശാൻ നന്നായിട്ട് നീന്തൽ അറിയുന്ന ആളാണ്. വെള്ളത്തിൽ മരിച്ചു പോവില്ല, മുങ്ങി മരിച്ചു. അദ്ദേഹം മരിക്കാനിടയ സാഹചര്യം. റെഡീമർ ബോട്ടില് 1ാം ക്ലാസ് കൂപ്പയിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അത് പുറത്തുനിന്ന് പൂട്ടിയിട്ട് അദ്ദേഹത്തിന് ജലസമാധി ഒരുക്കുകയായിരുന്നു. കേരളത്തിലെ ജിഹാദികൾ ആദ്യം വിജയകരമായി നടത്തിയ കൊലപാതകം മഹാകവി കുമാരനാശാൻ്റെതാണ്. അതുകൊണ്ടാണ് ഞാൻ രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. പക്ഷെ കുമാരനാശാന്റെ നിലപാട് ഒരിക്കലും അദ്ദേഹം അയവ് വരുത്തിയിട്ടില്ല. അതിശക്തമായ നിലപാടാണ് എടുത്തത്. ശ്രീനാരായണ ഗുരുദേവൻ മതപരിവർത്തനത്തിനെതിരായിരുന്നു. ഇപ്പോൾ എന്ത് പറഞ്ഞാലും വെള്ളാപ്പള്ളി എന്ത് ഉദ്ദേശിച്ചിട്ടായാലും ഒരു നിലപാട് വന്നിരിക്കുന്ന BJP ഇൻ ലൈൻ വിത്ത് BJP എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. BJP ഉയർത്തിക്കാട്ടുന്ന സംഭവം തന്നെയാണ് ഇപ്പം വെള്ളാപ്പള്ളി പറഞ്ഞത്. അദ്ദേഹം BJPയിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അങ്ങ് യോജിക്കുമോ വിയോജിക്കുമോ? ഇല്ല, BJPയോട് അടുക്കാനുള്ള ശ്രമമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. പിന്നെന്താ, മറ്റവരെ വരട്ടാനാണ്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി എന്തോ നേടാനുണ്ട്, എന്തോ ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന വരില്ല. വെള്ളാപ്പള്ളി BJP പാളയത്തിലേക്ക് അടുക്കുകയാണെങ്കിൽ NSSന്റെ ഒരു നിലപാട് എന്തായിരിക്കും? NSSന് ഇപ്പോൾ ശരിക്കും തോന്നുന്നു, എനിക്ക് തോന്നുന്നു BJP ആയിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് NSSനെയും SNDPയെയും രണ്ടായിട്ട് കാണുന്നത് ശരിയല്ല. ഒറ്റക്കെട്ടായി കാണും, ഒന്നായിട്ട് കാണണം. NSSും SNDPയും പുലേർ മഹാസഭയും വിശ്വകർമ്മ സഭയും ചേരമർ സഭയും ഒക്കെ അടങ്ങിയ ഹിന്ദു സമൂഹം ഇന്നത്തെ റിയാലിറ്റി അവർ മനസ്സിലാക്കണം. ന്യൂനപക്ഷത്തെ ഇപ്പം മാറ്റി നിർത്തണോ? ന്യൂനപക്ഷത്തെ മാറ്റി നിർത്താനല്ല പറഞ്ഞത്. കേരളത്തിലെ ദേശീയ ബോധമുള്ള മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം, ഇവരെ ഒറ്റക്കെട്ടായിട്ട് മാറിയില്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം വളരെ വലുതാണ്. ഇത് കാശ്മീരിൽ 90കളിൽ അല്ലെങ്കിൽ 80കളിൽ ഉണ്ടായ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ നഗരപ്രദേശങ്ങളിലെ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള വിദേശ സാമ്പത്തിക ശക്തികളുടെ സഹായത്തോടെയുള്ള ഒരു ലാൻഡ് ജിഹാദ്, അർബൻ നക്സൽ ലാൻഡ് ജിഹാദ്. നോക്ക്, ഞാൻ സ്ഥലങ്ങൾ കാണിച്ചു തരാം. പല ക്ഷേത്രങ്ങളുടെയും പല നഗരങ്ങളിലെയും തന്ത്രപ്രധാന പ്രദേശങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക സമുദായത്തിന്റെ കടകൾ വരികയാണ്.
പണ്ട് കച്ചവടം അല്ല, എവിടെയുണ്ടോ കച്ചവടം ഉണ്ട്. പക്ഷെ കച്ചവടത്ത് അന്ന് കോട്ടയം മുഴുവൻ ക്രിസ്ത്യാനികളുടെ കച്ചവടമായിരുന്നു. എങ്ങനെ ഈരാറ്റുപേട്ടയും കോട്ടയത്തും ഒക്കെ ക്രിസ്ത്യൻ സമൂഹം അവഗണിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും മാത്രം ലവ് ജിഹാദിന് വിധേയരാകുന്നത്? കല്യാണം കഴിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുകയാണ്. നല്ല പ്രണയമാണെങ്കിൽ, കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും മാതിരിയുള്ള പ്രണയമാണെങ്കിൽ നമ്മളാരും എതിരല്ല. അപ്പോൾ ഇതല്ലല്ലോ. ഇത് കൊണ്ടുപോവുക, 2 or 3 ഇത് കുട്ടികളാവുക, അല്ലെന്നുണ്ടെങ്കിൽ മതപരിവർത്തനം ചെയ്യുക, അത് അല്ലെങ്കിൽ കൊല്ലുക. എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നു. അല്ലല്ല, ഹാദിയല്ല. അവര് പിന്നെ പാലാരിവട്ടത്തൊരു വീട്ടില് തല മൊട്ടയടിച്ച് തൂങ്ങി എന്ന നിലയിലാണ് കണ്ടെത്തിയത്. അവളെ കെട്ടിക്കൊണ്ട് പോയാൻ ഇറച്ചുവെട്ടുകാരനോ ഓട്ടോറിക്ഷ ഡ്രൈവറോ മറ്റോ ആയിരുന്നു. BA-ക്കൊക്കെ MA-ക്കും ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വന്ന സിവിൽ സർവീസ് ആസ്പിരന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇത് കാണണ്ടേ കേരളത്തിലേക്ക്? ഇതിനെതിരെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ഒരു ഓൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നാണ് താങ്കൾ പറയുന്നത്. ഉറപ്പ്. അതിനകത്ത് NSSും SNDP ഈഗോ മാറ്റി വെച്ചിട്ട് അവർ ഒരുമിച്ച് ചേരണം. അങ്ങനെ ചേർന്നാൽ BJP ജയിക്കും. BJP ജയിക്കുന്നതല്ല പ്രശ്നം. BJPയുടെ ജയവും തോൽവിയും അല്ല പ്രശ്നം. കേരളം കാശ്മീരാകുന്നത് തടയാനാണ്. മനസ്സിലായി. ഇല്ല, ഞാൻ പറയുന്നത് ഇസ്ലാമിലും ഈ ജിഹാദികൾ എന്ന് പറയുന്ന ഒരു 5 to 8% ഉള്ളൂ. അതെ, ബാക്കി മുഴുവൻ മുസ്ലിങ്ങളും നന്നായിട്ട് ജീവിക്കണം, ഭാരതത്തിന്റെ മക്കളാണെന്നുള്ളതിൽ അഭിമാനിക്കുന്ന കക്ഷികളാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. ചെറിയൊരു വിഭാഗം ന്യൂനപക്ഷത്തിൽ തന്നെ, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ചെറിയൊരു ന്യൂനപക്ഷം ചെയ്യുന്ന ചെയ്ത്തുകൾക്ക് ഒരു സമൂഹത്തെ മൊത്തം മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ? പക്ഷെ അത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം, ഇതിനെതിരെ എത്ര പേര് പ്രതികരിക്കുന്നുണ്ട്? ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പരിഷ്കരണം കൊണ്ടുവന്ന, വിപ്ലവം കൊണ്ടുവന്ന പ്രസ്ഥാനം MES ആയിരുന്നു. ഡോക്ടർ അബ്ദുൽ ഗഫൂർ, മുസ്ലിം വിദ്യാഭ്യാസം. അദ്ദേഹത്തിന്റെ മകൻ വന്നപ്പോൾ ഞങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന അസ്ത്രങ്ങൾ ഇനിയും പുറത്തെടുക്കാനുണ്ടെന്നാണ് ഫസൽ ഗഫൂർ പറഞ്ഞത്. ഇവരുടെ ഉള്ളിലതുണ്ട്, അതില്ലാതെ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ ഡോക്ടർ അബ്ദുൽ സലാമിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവര് ഈ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരെ ഹമീദ് ചെന്നമംഗല്ലൂരിനെ പോലുള്ള ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ കാരശ്ശേരി മാഷ് പോലും പൊതുവേദിയിൽ പരസ്യമായിട്ട് പറയാൻ തയ്യാറല്ല, തള്ളുന്നില്ല ജിഹാദിവൽക്കരണത്തെ. ഇപ്പൊ മലപ്പുറം ജില്ലയിലെ പ്രശ്നത്തെക്കുറിച്ച് കേരള നിയമസഭയിൽ ഉപക്ഷേപം കൊണ്ടുവന്നത് N കണ്ണനായിരുന്നു, CPM-ന്റെ MLA. നോമ്പ് സമയത്ത് അവിടെ പിന്നെ മറ്റു ഹോട്ടലുകൾ തുറക്കാൻ സമ്മതിക്കുന്നില്ല, ശബരിമലയ്ക്കുള്ള കറുത്ത വസ്ത്രം വിൽക്കാൻ സമ്മതിക്കുന്നില്ല, പിന്നെ കള്ള് ഷാപ്പുകൾ തീവച്ച് നശിപ്പിക്കുന്നു, സിനിമാ തിയേറ്ററുകൾ തീ നശിപ്പിക്കുന്നു. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഹറാമാണെന്ന് കാണുന്ന കാര്യങ്ങൾക്കെതിരെ മുഴുവൻ. ആ ഒരു അവസ്ഥ എവിടേക്കാണ് എത്തുന്നത്? N കണ്ണന്റെ ഇതിന് അന്ന് മറുപടി പറഞ്ഞത് ശിവദാസ മേനോനാണ്. നടപടി ഉണ്ടാവുമെന്ന് പറയും. ഇതുവരെ എന്ത് നടപടി ഉണ്ടായി? അതിന് പകരം CPM-ഉം കൂടി ഈ ഭീകരർക്കൊപ്പം അല്ലെങ്കിൽ ജിഹാദി എലിമെന്റ്സിനൊപ്പം പോവുക ചെയ്തത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഡോക്ടർ KT ജലീലാണ്. പഴയ സിമിക്കാരനാണ് അദ്ദേഹം. അപ്പം ഞാൻ പറയുന്നത്, കേരളത്തിലെ ബഹുസ്വരതയുടെ ഒരു സമൂഹം സർവ മതങ്ങളെയും ആദരിക്കുകയും എല്ലാവരുടെയും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും പരിപാലിക്കുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ, ആ കേരള സമൂഹത്തിൻ്റെ, അത് ഹിന്ദുവിൻ്റെ സംഭാവനയാണ്. ആ ഒരു ഇതിലേക്ക് തിരിച്ചു പോകണം. അത് തിരിച്ചു പോകണമെങ്കിൽ ജിഹാദി എലിമെൻറ്റ്സ് ഇല്ലാതാവണം. ജിഹാദി എലിമെൻറ്റ്സ് ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹം തീരുമാനിക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മറ്റേ കൈ നീളം മുഴുവൻ കൈ ഇട്ടിട്ട് സർജറി ചെയ്യണമെന്ന് മുസ്ലിം വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന സാഹചര്യം ലോകത്തേതെങ്കിലും മെഡിക്കൽ കോളേജ് നടക്കുന്ന സാഹചര്യമാണ്. ഇതെങ്ങനെ, ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എങ്ങനെ SNDPക്ക് NSSനും കൂടുതൽ കാലം പോകാൻ പറ്റും? താങ്കൾ പറഞ്ഞ വാദങ്ങൾ മുഖവിലേക്ക് എടുക്കുമ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ ഉയർത്തിയ ഈ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം, ഇതിൻ്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയായിരിക്കും? അല്ല, വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സത്യമാണെന്നുള്ളൊരു ബോധം പൊതുസമൂഹത്തിലുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അവസരം അതെങ്ങനെ വെള്ളാപ്പള്ളി വ്യക്തിപരമായിട്ട് ഉപയോഗപ്പെടുത്താനാണോ എന്നുള്ള ആശങ്കയുമുണ്ട്. അതായത് പറഞ്ഞത് കാര്യമാണ്, പക്ഷെ പറഞ്ഞത് വെള്ളാപ്പള്ളി ആയിപ്പോയി, അതാണ് പ്രശ്നം. അതെ, പക്ഷെ വെള്ളാപ്പള്ളിയെക്കാട്ടിൽ കുറച്ചുകൂടെ വിശ്വാസ്യത തുഷാറിനുണ്ട് ഇക്കാര്യത്തിൽ. ഇത് കേരളത്തിൽ ഇപ്പം CPM-ന്റെ വിലയിരുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പിൻ്റെ. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലിലും ഇക്കാര്യം ഈഴവ സമൂഹം അല്ലെങ്കിൽ പിന്നാക്കക്കാർ എല്ലാ കാലത്തും CPM-ന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഈഴവ സമുദായമാണ്.
ആ ഈഴവ സമുദായത്തെ മുഴുവൻ ഹോണ്ട് ചെയ്ത് പുറത്താക്കിയിട്ടാണ് ജിഹാദികൾ കയറി കൂടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇത് CPM തിരിച്ചറിയുന്നു. CPM തിരിച്ചറിയുന്നു, അറിയുന്നു. കാര്യം ചർച്ചയിൽ അത് വരുന്നുണ്ട്. തിരുത്തലിന് തയ്യാറാകും. തിരുത്തലിന് CPM തയ്യാറാകണം. ആയില്ലെങ്കിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ 111 മണ്ഡലത്തിൽ മാത്രം UDF ജയിച്ച സാഹചര്യമാണ്. 18 മണ്ഡലത്തിൽ CPM ഉള്ളൂ, LDF. അതല്ലെങ്കിൽ പോലും ഭരണം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ജനങ്ങൾ തൂത്തെറിയും. കാര്യം ഒരു മതേതര മൂല്യങ്ങൾ പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുമുന്നണി പൂർണ്ണമായിട്ട് ജിഹാദിവൽക്കരണത്തിന് അടിമപ്പെടുകയും 3 രാജ്യസഭാ സീറ്റുകളിൽ 2 എണ്ണം കിട്ടുന്നതും 2 എണ്ണം ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം, ആ സാഹചര്യം ഭൂരിപക്ഷ സമുദായത്തിന് ദഹിക്കില്ല. അത് ഒരു പുതിയ കൺസോളിഡേഷൻ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ശ്രമിച്ചാലും എതിർത്താലും ഒരു പുതിയ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവും. വെള്ളാപ്പള്ളി പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ഒരു വിമർശനം എന്നുള്ള രീതിയിലാണ്. അതെ, വലതുപക്ഷത്തേക്ക് ഇത് തിരിച്ചു വെക്കാൻ കഴിയുമോ? ഇതേ വിമർശനം വലതുപക്ഷത്തേക്കും വരും. എന്താണ്? അല്ല, വലതുപക്ഷത്ത് ഇത് തന്നെയാണല്ലോ ക്രൈറ്റീരിയൻ. മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കൊടി അഴിച്ചു മാറ്റാതെ അവിടേക്ക് കന്യാകുമാരിക്ക് പോവില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുള്ള നാട്ടില് ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ കുടപ്പനക്കൽ തറവാട്ടിലാണ്. ഞാൻ പാണക്കാട് തങ്ങൾമാര് ലിബറൽ അല്ലാന്നോ മോശക്കാരാണോ എന്നോ അല്ല പറയുന്നത്, പക്ഷെ തീരുമാനം എടുക്കുന്നത് മുസ്ലിം ലീഗാണ്. ആലോചിക്കണം, തെരഞ്ഞെടുപ്പിൽ UDFിന്റേതായ ഒരു തീരുമാനമില്ല, എല്ലാം മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത്. ആ സാഹചര്യം കേരളത്തിൽ ഇത് പിന്നെ 70കളിലെ വിവാദം, പാഠപുസ്തക വിവാദം വന്ന സമയത്ത് അന്ന് അവിടെ പോയി പ്രസംഗിച്ച PC ചാക്കോയും MMSനും അവരടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് അതേപോലെ മുസ്ലിം ലീഗിനെതിരെ നിലപാട് സ്വീകരിക്കുമോ? നെഹ്റുവിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ നിന്ന് കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിനെ കുറിച്ചാണ് അന്ന് വിവാദം ഉണ്ടായത്. ചെറിയാൻ ഫിലിപ്പ് നമ്മുടെ കാൽനൂറ്റാണ്ടിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു നിലപാടെടുക്കാൻ ഉൽപ്പതിഷ്ണുത ഉള്ള, ആർജവമുള്ള, നട്ടലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് യൂത്ത് കോൺഗ്രസിലോ ഉണ്ടോ? അതേസമയം നിങ്ങൾ ആലോചിക്കണം, ഈ പിന്നെ ഗോമാംസ വിവാദം ഉണ്ടായ സമയത്ത് നടു റോഡിൽ പശുക്കുട്ടിയെ കഴുത്തറുത്തു റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന കക്ഷി. അപ്പൊ ഈ പ്രീണനം UDFിലും LDFിലും ഒരേപോലെയുണ്ട്. അത് സംഘടിത സമുദായം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് സംഘടിത സമുദായം ആവുക അല്ലാതെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്, ക്രൈസ്തവർക്കും എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഹിന്ദു സമൂഹവും ക്രൈസ്തവരും ഇത്തവണ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. ഈ ഒരു പ്രതിഭാസം കേരളത്തിൽ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യും. വരാൻ പോകുന്നത് അതാണ്, വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം അതാണ്. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഇത്രയും തുറന്ന് എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും, ഇപ്പോൾ സ്വന്തം വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണെന്ന് വിമർശനം ഉണ്ടെങ്കിൽ പോലും വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇതെന്തെങ്കിലും തീർച്ചയായിട്ടും പാലക്കാടും വയനാട്ടിലും ഒക്കെ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. വയനാട്ടിൽ 4 മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളൂ, ബാക്കിയുള്ള മണ്ഡലത്തിലുണ്ടല്ലോ. പക്ഷെ സുരേന്ദ്രന്റെ വോട്ട് കഴിഞ്ഞ തവണ തുഷാറിന് കിട്ടിയതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയായി. ആ ഒരു മാറ്റം കാണണം. ഇതൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. ഓക്കെ, ഏതായാലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.